ജന്മശനി കൊണ്ടേ പോകും. എൻ്റെ ഏഴരാണ്ട ശനിക്കാണല്ലോ ഇങ്ങനെ തോന്നിയത് തുടങ്ങി ശനി എന്നത് ഒരു ആഴ്ച മാത്രമല്ല, ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി എത്താറുണ്ട്. ശനി അഥവാ സാറ്റർൻ ഒരു സോളാർ സിസ്റ്റത്തിലെ ആറാമത്തെയും ജൂപ്പിറ്റർ അഥവാ വ്യാഴം കഴിഞ്ഞുള്ള രണ്ടാമത്തെ വലിയ ഗ്രഹം കൂടിയാണ്. ജ്യോതിഷത്തിലും ശനിയെ ഏറ്റവും ശക്തനായ ഗ്രഹമായാണ് പറയുന്നത്. ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഗ്രഹം. 12 രാശികളിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്ന ഗ്രഹമാണ് ഈ ശനി. അതിനാൽ തന്നെ ശനി നിൽക്കുന്ന ജാതക പ്രകാരം അനുകൂല സ്ഥാനത്ത് അല്ലെങ്കിൽ പിന്നെ കഷ്ടകാലം തന്നെ. ശനിയാണ് ഏറ്റവും മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം. അതുകൊണ്ട് തന്നെ വരണ്ടതും തരിശായതും വളരെ തണുത്തറഞ്ഞതുമായ ഒരു ഗ്രഹമാണിത്. ഗ്രഹങ്ങളിൽ ശനി എന്നതൊരു ന്യായാധിപനാണ്. ശനി അന്യായത്തെ അനുകൂലിക്കില്ല. ശനിദശയുടെ എല്ലാ സമയത്തും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വെല്ലുവിളികൾ നേരിടേണ്ടിയും വരും. ശനിയുടെ മഹാദശ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കഠിന അധ്വാനം ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അതിൻ്റെ ഫലം ശനിഗ്രഹത്തെ പോലെ മന്ദഗതിയിലായിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ശനിദശ ദുഷ്ടചിന്തകൾ ഉള്ളവർക്കും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവർക്കും മടിയന്മാർക്കുമാണ് പ്രതികൂലമായി ഫലിക്കുക. കാരണം ശനി ഒരു ന്യായാധിപനായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നല്ലവർക്കും മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ശനിദശാകാലം സന്തോഷവും പ്രശസ്തിയും നൽകുന്നതാണ്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമാകില്ലെന്ന് മാത്രം. മനഃശക്തിയും നീതിബോധവും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ജാതകത്തിൽ ശനിയുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കിയാണ് ഇതിൻ്റെ ഫലങ്ങളും. അനുകൂല സ്ഥാനത്താണ് ശനിയെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കഠിനമായ അധ്വാനമോ ഒന്നും വേണമെന്നില്ല. വിജയം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. എന്നാൽ പ്രതികൂല സ്ഥാനത്താണെങ്കിൽ പെട്ടതു തന്നെ അസ്വസ്ഥതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രിയപ്പെട്ടവരെ നഷ്ടമാകുക, സുഹൃത്തുക്കൾ ശത്രുക്കളാകുക, വരുമാനമില്ലാതാവുക തുടങ്ങി കഷ്ടകാലം തന്നെ ഫലം. ഈ ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഈ ജ്യോതിഷവും നാളും രാശിയുമൊക്കെ. അതുകൊണ്ട് തന്നെ ഹിന്ദുമത വിശ്വാസികൾ ജാതകം നോക്കി ശനിദശയുണ്ടെന്ന് കണ്ടെത്തിയാൽ, പ്രത്യേകിച്ച് ശനി പ്രതികൂല സ്ഥാനത്ത് കൂടിയാണെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ചെയ്തു തുടങ്ങും. ഈശ്വരാധീനം തന്നെയാണ് ഏറ്റവും പ്രധാനമായും വേണ്ടത്. അതിനാൽ തന്നെ ക്ഷേത്ര ദർശനം നടത്തുകയാണ് ആദ്യമായി ചെയ്യുക. ശനിദോഷ പരിഹാരത്തിന് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകുന്നതും നീരാഞ്ജനം നടത്തുന്നതും പതിവാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്യും. അനീതി ഇഷ്ടമല്ലാത്ത ആളാണ് ശനീശ്വരൻ എന്നതിനാൽ തന്നെ ദുഷ്ടചിന്തകളോ പ്രവൃത്തികളോ നല്ലതല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.